തിരുവനന്തപുരം പേട്ടയിൽ കുഞ്ഞിനെ കാണാതായ സംഭവത്തിൽ നിർണായക കണ്ടെത്തലിലേക്ക് പോലീസ്. വഴിത്തിരിവാകുന്ന സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. ഒരു കുട്ടിയുമായി സ്ത്രീ നടന്നു പോകുന്ന സിസിടിവി ദൃശ്യം കൈരളി ന്യൂസിന് ലഭിച്ചു. വി.എസ്. അനുരാഗ് വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. അനുരാഗ്, കേസിന്റെ അന്വേഷണ പുരോഗതിയെക്കുറിച്ചൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥർ മുൻപ് വിശദീകരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഏത് നിലയിലാണ് അന്വേഷണം? കുട്ടി എങ്ങനെ അവിടെ എത്തി, ഇന്നലെ കണ്ടെത്തിയ കിടങ്ങിലേക്ക് എങ്ങനെ എത്തി എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. എന്തായാലും കുട്ടി ഒറ്റയ്ക്ക് നടന്ന് അവിടേക്ക് എത്താൻ, അതായത് ഉറങ്ങിക്കിടന്ന ഇടത്ത് നിന്ന് 500 മീറ്റർ അകലെ 5 അടി താഴ്ചയുള്ള കിടങ്ങിലേക്ക് ഈ 2 വയസ്സുകാരി എത്തിയത് എങ്ങനെ എന്നുള്ളത് തന്നെയാണ്. അവിടെ സ്വാഭാവികമായി നടന്നെത്താനുള്ള ഒരു സാധ്യത കുറവ് എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോഴും അനുമാനിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആരാണ് അവിടെ കൊണ്ട് കുട്ടിയെ വച്ചത് എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. എന്തായാലും അതിന് CCTV ദൃശ്യങ്ങൾ നിർണായകമാണ്. സ്ഥലത്തുനിന്ന് ADGP MR അജിത് കുമാർ, അതുപോലെ DCP നിതിൻ രാജിന്റെ നേതൃത്വത്തിലൊക്കെ തന്നെയും വിശദമായ പരിശോധന നടത്തി. ഫോറൻസിക് സംഘം മണിക്കൂറുകൾ എടുത്താണ് അവിടെ പരിശോധന നടത്തിയത്. ഏതെങ്കിലും തരത്തിൽ തെളിവുകൾ കണ്ടെത്താനാകുമോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. അതിനൊപ്പം തന്നെ അവിടെ റെസിഡൻസ് അസോസിയേഷന്റെ ഓഫീസ് കേന്ദ്രീകരിച്ചും CCTV പരിശോധനകൾ നടക്കുന്നുണ്ട്. എന്തായാലും വരും മണിക്കൂറിൽ എന്താണ് ഈ സംഭവിച്ചത്, കുഞ്ഞ് ഒറ്റയ്ക്ക് നടന്നു വന്നതാണോ അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുവന്ന് വെച്ചതാണോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടാകും. അനുരാഗ്, ഈ കുഞ്ഞ് ഒറ്റയ്ക്ക് നടന്നു പോയി എന്നുള്ള സാധ്യത അത് എത്രമാത്രം ഗൗരവത്തോടു കൂടിയാണ് ഈ ഘട്ടത്തിൽ കാണുന്നത്? കാരണം ഇന്നലെ തന്നെ കുട്ടിയെ രക്ഷിക്കുന്ന ഘട്ടത്തിൽ ആ സംഘത്തിൽ ഉണ്ടായിരുന്നവർ തന്നെ ഇതൊരു താഴ്ന്ന പ്രദേശമാണ്, അവിടേക്ക് മുതിർന്നവർക്ക് തന്നെ ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കെ കുട്ടി തനിയെ പോയി എന്നുള്ളതിനെ എത്രമാത്രം ഗൗരവത്തോടു കൂടി കാണുന്നുണ്ട്? പോലീസ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, സാധാരണ മലയാളി കുട്ടികളെ പോലെ അല്ലെങ്കിൽ കേരളത്തിലുള്ള കുട്ടികളെ പോലെയല്ല, ഇവർ നാടോടി സംഘമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു ജീവിത ശൈലി അത് വേറെ തരത്തിലാണ്. ഇവർ മറ്റ് സംസ്ഥാനങ്ങളിൽ പോകുമ്പോഴും ഇത്തരത്തിൽ റെയിൽവേ ട്രാക്കുകളുടെ സമീപത്താണ് താമസിക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെയും. ഇപ്പോഴും അവർ ടെന്റ് അടിച്ച് താമസിച്ചിരുന്നത് റെയിൽവേ ട്രാക്കിന് സമീപത്ത് തന്നെയായിരുന്നു. അതിനൊപ്പം തന്നെ ഇവരുടെ ഒരു ജീവിത ശൈലി, ഇവരുടെ ധൈര്യവും മനോനിലയും ഒക്കെ തന്നെയും ആ രീതിയിൽ കുറച്ചുകൂടി ബോൾഡ് ആയിരിക്കും എന്നുള്ള കാര്യമാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ സാധ്യത തള്ളിക്കളയാനാകില്ല എന്നുള്ളതാണ് പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നത്. എന്തായാലും ഏത് കാര്യത്തിലായാലും തെളിവുകൾ തന്നെയാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ കുട്ടി നടന്നു വന്നതാണോ അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുവന്നതാണോ, തട്ടിക്കൊണ്ടുപോയ ശേഷം ഇത് വാർത്തയായി പോലീസ് വലയം സൃഷ്ടിച്ച ശേഷം രക്ഷപ്പെടാനാകില്ല എന്ന ഘട്ടം വന്നപ്പോൾ കൊണ്ടുവന്ന് വച്ചതാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. രണ്ട് കാര്യവും തള്ളിക്കളയാനോ അല്ലെങ്കിൽ സ്ഥിരീകരിക്കാനോ ആകില്ല എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ തെളിവാണ് പ്രധാനം. ആ തെളിവ് ശേഖരിക്കാനുള്ള സമഗ്ര അന്വേഷണമാണ് പോലീസ് ഈ ഘട്ടത്തിൽ നടത്തിവരുന്നത്. ശരി, എല്ലാ സാധ്യതയും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. കുട്ടി തനിയെ പോകാനുള്ള സാധ്യതയും ഈ ഘട്ടത്തിൽ അന്വേഷണ സംഘം തള്ളിക്കളയുന്നില്ല. വി.എസ്. അനുരാഗ് വിവരങ്ങൾ നൽകിയത്.